അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പം ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ CPM-ന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27 പരാതി പോലീസിന് നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 12-13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLA-ക്കെതിരായി പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഞാൻ അതിനകത്ത് തെറ്റ് പറയില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLA-യെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷേ മുൻ ഇടതുപക്ഷ MLA-ക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പം എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത്. പിന്നെ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ് മുഴുവൻ സ്ത്രീലമ്പടന്മാരാണെന്ന്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയണല്ലോ, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLA-മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLA-മാരുടെ ഇടതുപക്ഷ MLA-മാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തുന്നു. കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തു തീർത്തത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഗെയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീറിനെതിരായും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. 2017 ഒരു വലിയ സമരം നടന്നു. ആ സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി. അതായത് 20 മീറ്റർ സ്ഥലം ഗെയിൽ പൈപ്പിന് വേണ്ടി എടുത്തപ്പോഴാണ്. എന്നിട്ട് അവിടെ വ്യവസായ മന്ത്രി പോയി നവംബർ 6 2017 ചർച്ച ചെയ്തു. പോലീസിനെ മന്ത്രി താക്കീത് ചെയ്തു, അന്നത്തെ വ്യവസായ മന്ത്രി AC മൊയ്തീൻ. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഇവരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു. അതായത് പുതുക്കിയ ന്യായവിലയുടെ 10 ഇരട്ടിയാക്കി കൊടുത്തു. ഇവരുടെ ഈ കോമ്പൻസേഷൻ 116 കോടി രൂപ അധിക വർധനവ് നൽകി. 2012 മുതൽ മുൻകാല പ്രാബല്യം അത് കൊടുത്തു. വീടിനടുത്ത് 20 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആക്കി. ഭാവിയിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അലൈൻമെന്റ് മാറ്റും എന്ന് തീരുമാനിച്ചു. 10 സെന്റ് താഴെ ഭൂമിയുള്ളവർക്ക് 5 ലക്ഷം ആശ്വാസധനം നൽകും. വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും. ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സെന്റിന് 3761 രൂപ. ഇത്രയും മാറ്റം ഉണ്ടാക്കി. നേരത്തെ 5 ഇരട്ടിയായിരുന്നു ഫെയർ വാല്യൂടെ കൊടുത്തിരുന്നത്, അത് 10 ഇരട്ടിയാക്കി. മനസ്സിലായി? അപ്പൊ സമരത്തിനെ പുച്ഛിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവർ സമരം ചെയ്തതിനെ തുടർന്ന് വ്യവസായ മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയും യോഗം ചേർന്ന് ഇത്രയും മാറ്റം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. എന്നിട്ട് ആ സമരത്തെ പുച്ഛിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞ ആൾ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ഇത് ആലോചിച്ച് ഉറപ്പായിട്ട് നടക്കുകയും ചെയ്ത് ആ പരാതി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടായി. എന്തിനാണ് മുഖ്യമന്ത്രി അത്രയും ദിവസം കയ്യിൽ വെച്ചത്? കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പോലീസിൽ കൊടുത്തപ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് അത്രയും ദിവസം വൈകിയത് നടപടിയെടുക്കാൻ? മൊത്തം 13 ദിവസം വൈകി. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂഴ്ത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി. മറ്റത് അന്ന് തന്നെ ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല, അന്ന് തന്നെ ഫോർവേഡ് ചെയ്തതിലും പരാതിയില്ല, അന്ന് തന്നെ FIR എടുത്തതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ രണ്ടാമത്തെ കേസ്, സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ അന്ന് തന്നെ അയക്കില്ല. മനസ്സിലായി? അന്ന് തന്നെ പോലീസ് FIR എടുക്കൂല. 13 ദിവസം കഴിഞ്ഞിട്ട് ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം